Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സീഖ് കബാബിന്റെ റെസിപ്പിയാണ്. സീഖ് കബാബ് എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ അപ്പിറ്റൈസർ ഡിഷാണ്. എന്നെങ്കിൽ കൂടെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കബാബ് തന്നെയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി ഇഫ്താറിന്റെ നോയമ്പ് മുറിക്കാനും ഇല്ലാന്നുണ്ടെങ്കിൽ റംദാനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ടതാണ്. ഇത് ചിക്കൻ കൊണ്ടോ ബീഫ് കൊണ്ടോ ലാമ്പ് കൊണ്ടോ മട്ടൺ കൊണ്ടോ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കന്റെ ഷീഖ് കബാബ് ആണ്. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ബോൺലെസ് ആക്കി കട്ട് ചെയ്തെടുത്ത 1 കിലോ ചിക്കൻ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമ്മൾ ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കേണ്ടത് ബോൺലെസ് മീറ്റ് ആണ്. ഞാനിന്ന് ചിക്കൻ ഫ്രഷ് ആയിട്ട് മേടിച്ചിട്ട് അതിൽ നിന്നാണ് ബോൺലെസ് മീറ്റ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ നമ്മളുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചും ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബോൺലെസ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ പുതിന. അടുത്തതായി നമ്മൾ ചെറിയൊരു സവോള നന്നായി ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള സവോള കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. ഇതെല്ലാം നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നമ്മുടെ മിക്സിയിലിട്ട മീറ്റിൻ്റെ അളവ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ പകുതി എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ലംസുകളൊന്നും ഇല്ലാണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളില്ലാണ്ട് നല്ല ഫൈനായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് പകുതി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ആദ്യത്തെ പകുതി നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കി മാറ്റി വെച്ച രണ്ടാമത്തെ പകുതിയും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ അരച്ചെടുത്ത മീറ്റ് നമുക്ക് ഏകദേശം 1/2 മണിക്കൂറോ ഇല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒറിജിനലി ഷീഖ് കബാബ് നമ്മൾ തന്തൂറിലാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്തൂർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഞാനിന്ന് പാനിലാണ് ഉണ്ടാക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗ്രില്ലിലോ ഓവനിലോ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏത് മെത്തേഡിൽ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തായി നമുക്കൊരു ചെറിയ പീസ് എടുത്തതിന് ശേഷം നമ്മുടെ സ്ക്യൂവറിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്യാം. വെള്ളത്തിൽ കൈ മുക്കി കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ എക്സ്ട്രാ ഉള്ള സ്ക്യൂവറിൻ്റെ പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്തായിട്ട് ലൈറ്റായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തൊരു പാത്രത്തിലേക്ക് നമ്മളുടെ ഷീഷ് കബാബ് റോൾ ചെയ്ത് നമുക്ക് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മീറ്റും കൂടെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. വെള്ളം കൂടിയാൽ തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവറോ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയോ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് നമുക്ക് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റോൾ ചെയ്യാനായിട്ട് ഹെൽപ്പാവും. സ്റ്റവ് എടുത്ത് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് സ്റ്റവിലേക്ക് വെച്ച് ഗ്രില്ല് ചെയ്യാൻ ആവശ്യമായുള്ള കുറച്ച് ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പാൻ ചൂടായി കഴിയുമ്പോൾ റോൾ ചെയ്ത ഷീഖ് കബാബ് നമുക്ക് പാനിലേക്ക് വെച്ചതിന് ശേഷം ഓരോ സൈഡും നമുക്കൊരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് രണ്ടാമത്തെ സൈഡ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ കബാബിൻ്റെ എല്ലാ സൈഡും കുക്കായതിനു ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അടുത്തതായിട്ട് നമ്മളുടെ ചിക്കൻ ഷീഖ് കബാബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മളുടെ ചിക്കൻ ഷീഖ് കബാബ് നല്ല അടിപൊളി പെർഫെക്റ്റ് റെസിപ്പിയാണ്. നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. മീറ്റ് നല്ല ടെൻഡറാണ്. സ്പൈസസിൻ്റെ ഒക്കെ എമൗണ്ട് കറക്റ്റാണ്. ജസ്റ്റ് റൈറ്റ് ഓൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാക്റ്റ് റെസിപ്പി ഫോളോ ചെയ്യുക, എക്സാക്റ്റ് സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു ഷീഖ് കബാബ് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ എഴുതി അറിയിക്കുക. അതുമാതിരി തന്നെ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളെല്ലാവരും ഓരോ ലൈക്സും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ ഇതുമാതിരത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. Bye bye.